ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ഹണിഡ്യൂ കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂജ സ്പെഷ്യൽ പായസമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് പരിപ്പാണ്. ഇത് 1.5 കപ്പ് പരിപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ. പരിപ്പ് വേവിച്ച പരിപ്പാണിത്. പിന്നെ വേണ്ടത് പച്ചരി ചോറ്. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പച്ചരി ചോറ് വേവിച്ചതാണിത്. പിന്നെ വേണ്ടത് ശർക്കര പാവ് കാച്ചിയതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കിലോ തികച്ചെടുത്തിട്ടില്ല ശർക്കര. നമ്മുടെ മധുരത്തിന് തകർന്ന പോലെ നമ്മളങ്ങ് എടുത്താൽ മതി. ഇത് പാവ് കാച്ചിയതാണിത്. പിന്നെ വേണ്ടത് കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പാണ്, കാഷ്യൂ നട്ട്സ്. പിന്നെ ഒരു 3 സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതാണിത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്റ്റൗ കത്തിച്ച് കടായി വെച്ച് അതിലോട്ട് വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലോട്ട് പച്ചരി ചോറ് വേവിച്ച് വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ശർക്കര പാവ് കാച്ചിയതാണിത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. 10 മിനിറ്റോളം അതിൽ കിടന്ന് അതിങ്ങനെ മിക്സായി നമുക്ക് വേണം. പിന്നെ അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലോട്ട് ഏലക്ക പൊടിച്ചു വെച്ചിരുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് അതും കൂടെ ഇട്ട് കൊടുക്കാം അവസാനം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ റിമൈനിങ് ഉണ്ടായിരുന്ന ആ ഗീയും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ പരിപ്പ് പായസം ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കട്ടിക്ക് ആണ് നമുക്കിത് എടുക്കേണ്ടത്. തീരെ ലിക്വിഡ് അല്ല. നമ്മുടെ പൊങ്കലിൻ്റെ അതാണ് നമ്മുടെ അതിൻ്റെ കൺസിസ്റ്റൻസി. ആ റേഞ്ചിലോട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡിയായിരിക്കുകയാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.